ഏയ് സുഖമാണോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം മാൽദ്വീപ്സിൽ പാമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പം വീഡിയോയിലേക്ക് പോയാലോ? ഇതാണ് അവസ്ഥ. ഞാൻ ഈ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നതേ എനിക്ക് തന്നെ ഒരു നിശ്ചയം ഇല്ല ഇതിനുത്തരം എന്ത് പറയുമെന്ന്. അതിനുള്ള കാരണം എന്താണെന്നറിയോ? പറഞ്ഞു തരാം. എനിക്ക് ഈ മാൽദ്വീപ്സിലേക്ക് വരാൻ സന്തോഷം തോന്നിയ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്താണെന്നറിയാമോ? അതിവിടെ പാമ്പില്ല എന്നത് തന്നെയായിരുന്നു. കാരണം ഒരു ഓലപ്പാമ്പിനെ കണ്ടാൽ പോലും അമ്മച്ചേന്ന് പറഞ്ഞ് 100 മീറ്റർ ഓടുന്ന ടൈപ്പാണ് ഞാൻ. പാമ്പിനെ കാണുമ്പോൾ ഓടണമെന്ന് ആരും എൻ്റെ ശരീരത്തിൽ പ്രീ ഇൻസ്റ്റാൾഡ് സെറ്റിങ് ചെയ്ത് വിട്ടുപോലെയാണ്. ഒന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ ആദ്യം എൻ്റെ കാലുകൾ ഓടും. എന്നാൽ അടങ്ങിയിരിക്കുമോ? ഈ പേടിയൊക്കെ ഉണ്ടെങ്കിലും കാണുന്ന പൊത്തിലും മാട്ടയിലും എല്ലാം പോയി ഒളിഞ്ഞു നോക്കും. എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല. ഇവിടെ പാമ്പില്ല, ജീവിതം സേഫാണ്, സെറ്റാണെന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ നേരത്തെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിലേക്കാണ് ഒരു പാമ്പ് വന്ന് വീണത്. അതും മരത്തിൽ നിന്ന് ഗ്രിപ്പ് വിട്ട് നേരെ എൻ്റെ മുന്നിലേക്ക്. പിന്നെ എന്താ, ഉസൈൻ ബോൾട്ടിന് പോലും എന്നെ പിടിക്കാൻ പറ്റില്ലായിരുന്നു. അത്ര വേഗത്തിൽ 4 കാലിൽ പറന്ന് ഞാൻ എഡ്സിയിലെത്തി. ഞാൻ പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. അത് പാമ്പല്ല സിസ്റ്റർക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ ഞാൻ പാമ്പിനെ കാണാത്ത നാട്ടിൽ നിന്നാണോ വന്നത്? നമ്മൾ എത്ര പാമ്പിനെ കണ്ടിരിക്കുന്നു. പിന്നെ സംഭവം അന്വേഷിച്ച് വന്നപ്പോഴാണ് അവർ പറയുന്നത് സിസ്റ്റർ കണ്ടത് ചിലപ്പം പാമ്പിനെ ആയിരിക്കില്ല, അത് വോൾഫ് സ്നേക്ക് ആയിരിക്കുമെന്ന്. എന്ത് വോൾഫ് സ്നേക്ക്? പാമ്പ് തന്നെയല്ലേ. നമ്മുടെ നാട്ടിലെന്താ, നീർക്കോല് കടിച്ചാൽ അത്താഴം മുടങ്ങുമെന്നല്ലേ? ഇവർക്കെന്തോ അതിനെ പാമ്പായിട്ട് കാണാൻ താല്പര്യമില്ല. അതാണ് സത്യം. പിന്നെ എൻ്റെ പേടി മാറ്റാനായിട്ട് പുള്ളിയെപ്പറ്റി ഒരു വലിയ ഇൻട്രോ ഒക്കെ എനിക്ക് തന്നു കേട്ടോ. പുള്ളി ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കപ്പലിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഒളിച്ചിരുന്നൊക്കെയാണ് ഇവിടെ എത്തിയെന്നാണ് ഇവർ പറയുന്നത്. അതായത് പുള്ളി ഒളിച്ചിരിക്കാൻ നല്ല വിരുദ്ധനായിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചെറിയ ചെറിയ പ്രാണികളും അതുപോലെ തന്നെ പല്ലികളും ഒക്കെയാണ്. അപ്പോൾ അതിവിടെ സുലഭമായി കിട്ടുമല്ലോ. അപ്പോൾ ആൾ ഭയങ്കര കുശാലായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. പിന്നെ രാത്രികാലങ്ങളിലെ പുള്ളി വെളിയിലും ഇറങ്ങുള്ളൂ എന്ന്. പിന്നെ എന്താ അവർ പറഞ്ഞു തന്നത്? അവർ പറഞ്ഞത് പുള്ളിക്ക് നമ്മളെ പേടിയാന്ന്. പക്ഷേ എന്തോ എൻ്റെ കഷ്ടകാലത്തിന് പകല് തന്നെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഗ്രിപ്പ് വിട്ട് എൻ്റെ മുന്നിലേക്ക് വന്ന് ചാടി. അതുകൊണ്ട് ഞാൻ കാണുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല മാൽദ്വീപ്സിൽ പാമ്പ് ഉണ്ടോ ഇല്ലയോ എന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, വിഷപ്പാമ്പുകളൊന്നും മാൽദ്വീപ്സിൽ കരയിലില്ല. കടലിലുണ്ട് കേട്ടോ, പക്ഷെ കരയിൽ എന്തായാലും വിഷപ്പാമ്പുകളൊന്നും തന്നെ ഇല്ല. അതൊക്കെ നമുക്ക് സേഫായിട്ട് നടക്കാം.